വെൽക്കം. സർഫേസ് കെമിസ്ട്രി സെക്ഷൻ 3 കൊളോയിഡ്സ് ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കൊളോയിഡുകളെ 3 രീതിയിൽ തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം. അതിലെ 2 എണ്ണമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം DM ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് DP. ഇപ്പം DPയുടെയും DMൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച്, അതായത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്നതിനെ അനുസരിച്ച് കൊളോയിഡുകളെ നമുക്ക് തരംതിരിക്കാം. എങ്ങനെയാണെന്ന് നോക്കൂ. ഈ കോളങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ കോളത്തിൽ DP ഡിസ്പേഴ്സ്ഡ് ഫേസ്, രണ്ടാമത്തെ കോളത്തിൽ DM ഡിസ്പേർഷൻ മീഡിയം, മൂന്നാമത്തെ കോളത്തിൽ ടൈപ്പ് ഓഫ് കൊളോയിഡ് അല്ലെങ്കിൽ നെയിം ഓഫ് കൊളോയിഡ് എന്ന് എഴുതിയാലും മതി. നെയിം ഓഫ് കൊളോയിഡ്. പിന്നെ എക്സാമ്പിൾസ്. ഇത് ബൈഹാർട്ട് പഠിക്കണം, ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. ആദ്യത്തെ ടൈപ്പ് കൊളോയിഡ് നോക്കാം. കൊളോയിഡിൻ്റെ പേരെന്താണ്? സോളിഡ് സോൾ. സോളിഡ് സോൾ. ഇതിലെ പ്രത്യേകത DPയും സോളിഡാണ്, DMഉം സോളിഡാണ്. DPയും DMഉം സോളിഡ് ആയിട്ടുള്ള കൊളോയിഡിൻ്റെ പേരെന്ത്? സോളിഡ് സോൾ. എക്സാമ്പിൾ: രത്നക്കല്ലുകൾ, ജം സ്റ്റോൺസ്. പിന്നെ സം കളേർഡ് ഗ്ലാസസ്, ചില നിറമുള്ള ഗ്ലാസുകൾ. ഇത് ബൈഹാർട്ട് പഠിക്കണം. അടുത്ത കേസ് നോക്കാം. സോളിഡ് സോളിഡിൽ വന്നത് കണ്ടു. ഇനി അടുത്തത് സോളിഡ് ലിക്വിഡ്. സോളിഡ് ലിക്വിഡിൽ വരുന്ന കേസ്. ഇതിനെ സോൾ എന്നാണ് വിളിക്കുന്നത്. സോളിഡ് ലിക്വിഡിൽ വരുമ്പോൾ DP സോളിഡ്, DM ലിക്വിഡ്. ഇതിൻ്റെ പേര് സോൾ എന്നാണ്. മഡി വാട്ടർ ഈ ടൈപ്പിലാണ്. മഡ് എന്ന് പറയുന്നത് സോളിഡാണ്, മണ്ണ്. വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡാണ്. അപ്പോൾ ചെളി വെള്ളം വരുന്നത് ഈ ടൈപ്പിലാണ്, സോളിഡ് ലിക്വിഡിൽ വരുന്നത്. മറ്റ് എക്സാമ്പിൾസ്: പെയിൻറ്റുകൾ വരും. പിന്നെ സെൽ ഫ്ലൂയിഡുകൾ ഈ ടൈപ്പിലാണ് വരിക, സെൽ ഫ്ലൂയിഡുകൾ. പിന്നെ മഡി വാട്ടർ മറ്റൊരു എക്സാമ്പിളാണ്. മഡി വാട്ടർ വേണമെങ്കിൽ ഇവിടെ എഴുതാം. മഡി വാട്ടർ ചെളി വെള്ളം. ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കുകയാണ്. സോളിഡ് ഗ്യാസിൽ വരണം. സോളിഡ് ഗ്യാസിൽ വരുമ്പോൾ എയറോസോൾ എന്നാണ് വിളിക്കുന്നത്. എയറോസോൾ. ഇപ്പം എയറോസോൾ എന്ന് പറഞ്ഞാൽ DP സോളിഡാണ്, DM ഗ്യാസാണ്. എക്സാമ്പിൾ: സ്മോക്ക്, പുക. ഡസ്റ്റ്, പൊടിപടലങ്ങൾ. ഇപ്പം 3 തീർന്നു. സോളിഡ് തീർന്നു. സോളിഡ് ലിക്വിഡ് കണ്ടു. സോളിഡ് ഗ്യാസ് 3. ഇനി അടുത്ത 3 നോക്കൂ. ലിക്വിഡ് സോളിഡിൽ വരണം. ലിക്വിഡ് സോളിഡിൽ വരുമ്പോൾ ജെൽ എന്നാണ് കൊളോയിഡിൻ്റെ പേര്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ജെൽ? ജെൽ എന്ന് പറയുന്നത് കൊളോയിഡാണ്. ജെൽ ഈസ് എ കൊളോയിഡ് ഇൻ വിച്ച് DP ഈസ് ലിക്വിഡ് ആൻഡ് DM ഈസ് സോളിഡ്. ജെൽ ഈസ് എ കൊളോയിഡ് in which DP is liquid and DM is solid. Example: cheese, പാൽക്കട്ടി, ബട്ടർ, വെണ്ണ, ജെല്ലികൾ. ഇതെല്ലാം ജെൽ എന്ന് പറയുന്ന ടൈപ്പ് കൊളോയിഡാണ്. ഓക്കെ. അടുത്തത് DPയും ലിക്വിഡാണ്, DMഉം ലിക്വിഡാണ്. ഇതിനെ എമൽഷൻ എന്നാണ് വിളിക്കുന്നത്. എമൽഷൻ എന്നാണ് അതിൻ്റെ പേര്. എമൽഷൻ. DPയും ലിക്വിഡാണ്, DMഉം ലിക്വിഡാണ്. എമൽഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എമൽഷൻ. എന്താണ് എമൽഷൻ എന്ന് ചോദിച്ചാൽ
ലിക്വിഡ് കൊളോയിഡുകൾ, അതിനെയാണ് എമൽഷൻ എന്ന് വിളിക്കുന്നത്. ലിക്വിഡ് കൊളോയിഡ്സ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഡി പിയും ലിക്വിഡാണ്, ഡി എമ്മും ലിക്വിഡാണ്. എമൽഷൻ ഈസ് എ കൊളോയിഡ് ഇൻ വിച്ച് ഡി പി ആൻഡ് ഡി എംസ് ആർ ലിക്വിഡ്സ്. എക്സാമ്പിൾ മിൽക്ക്. മിൽക്ക് എന്ന് പറയുന്നത് എമൽഷനാണ്. ഹെയർ ക്രീം, ഇത് എമൽഷനാണ്. ചില ബുക്കുകളിൽ ബട്ടർ എന്ന് പറയുന്നത് എമൽഷനായിട്ട് കൊടുക്കാറുണ്ട്. ബട്ടർ എന്ന് പറയുന്നത് എമൽഷനായിട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ലോജിക്ക് ഇതാണ്. ബട്ടർ നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്താൽ അത് എമൽഷനായിട്ട് മാറും. ബട്ടർ നമ്മൾ കയ്യിലെടുത്ത് ചെറിയൊരു പ്രഷർ കൊടുത്താൽ അത് എമൽഷനായിട്ട് മാറും. അതുകൊണ്ട് ചില ബുക്കുകളിൽ ബട്ടർ എന്നുള്ളത് ജെല്ലായിട്ടും ചില ബുക്കുകളിൽ എമൽഷനായിട്ടും പറയാറുണ്ട്. ഏതെഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പം ലിക്വിഡിൽ വരുന്ന കേസ് കണ്ടു. അടുത്തത് ലിക്വിഡ് ഗ്യാസിൽ വരണം. ലിക്വിഡ് ഗ്യാസിൽ വരുമ്പോഴും വിളിക്കുന്ന പേര് എയറോസോൾ എന്നാണ്. നേരത്തെയും നമ്മൾ ഒരു എയറോസോൾ കണ്ടിരുന്നു. സോളിഡ് ഗ്യാസിൽ വരുമ്പോഴും എയറോസോൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പം ലിക്വിഡ് ഗ്യാസിൽ വരുന്നതാണ് ഫോഗ്. ഫോഗ് എന്ന് പറയുന്നത് ലിക്വിഡ് ഗ്യാസിൽ വരുന്നതാണ്. മിസ്റ്റ് അല്ലേ, മൂടൽമഞ്ഞ്. ക്ലൗഡ്, മേഘം. ഇതൊക്കെ ലിക്വിഡ് ഗ്യാസിൽ വരുന്ന ടൈപ്പാണ്. ഡി പി ലിക്വിഡാണ്, ഡി എം ഗ്യാസാണ്. ഇനി അടുത്തത് നോക്കാം. അപ്പം ലിക്വിഡിൻ്റെ 3 കേസ് കണ്ടു. ലിക്വിഡ് സോളിഡിൽ വന്നു, ലിക്വിഡിൽ വന്നു, ലിക്വിഡ് ഗ്യാസിൽ വന്നു. ഇനി അടുത്തത് ഗ്യാസ് സോളിഡിൽ വരുന്ന കേസ്. ഗ്യാസ് സോളിഡിൽ വരുന്ന കേസ് നോക്കൂ. ഇതിൻ്റെ പേര് സോളിഡ് സോൾ എന്നാണ്. സോളിഡ് സോൾ, അതായത് ഡി പി ഗ്യാസ് ആണ്, ഡി എം സോളിഡാണ്. ഇതിന് എക്സാമ്പിൾ പുമിസ്റ്റോളാണ്. പുമിസ്റ്റോൾ വേണമെങ്കിൽ എക്സാമ്പിൾ താഴേക്ക് മാറ്റാം. പുമിസ്റ്റോൾ. എക്സാമ്പിൾ പുമിസ്റ്റോൾ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ പുറത്തേക്ക് വരുന്ന കല്ല്, ആ കല്ലിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടായിരിക്കും. ആഗ്നേയശിലകൾ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ പുറത്തേക്ക് വരുന്ന കല്ലിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ടായിരിക്കും. അതൊരു തരം കൊളോയിഡാണ്. അപ്പോൾ പുമിസ്റ്റോൾ അതാണ്. പിന്നെ റബ്ബറിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റാറുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള കിടക്കകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ റബ്ബറിൻ്റെ ഉള്ളിൽ ഗ്യാസ് അല്ലേ, റബ്ബർ സോളിഡാണ്, അതിൻ്റെ ഉള്ളിലാണ് ഗ്യാസ്. അപ്പോൾ ഏത് ടൈപ്പായി? ഗ്യാസ് സോളിഡിലായി. ഇതിനെയാണ് സോളിഡ് സോൾ എന്ന് പറയുന്നത്. പുമിസ്റ്റോൺ, ഫോം റബ്ബർ. ഇനി ഗ്യാസ് ലിക്വിഡിൽ വരുന്ന കേസ്, അതിനെ ഫോം എന്നാണ് വിളിക്കുന്നത്. ഫോം. ഡി പി ഗ്യാസ് ആണ്, ഡി എം ലിക്വിഡാണ്. ലിക്വിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ്. എക്സാമ്പിൾ ഫ്രോത്ത്, നുരയും പതയും. സോപ്പിൻ്റെ പത, സോപ്പ് ലാദർ. ലിക്വിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ് നിറയുമ്പോഴാണ് പത ഉണ്ടാവുന്നത്. ലിക്വിഡിൻ്റെ ഉള്ളിൽ ഗ്യാസ് നിറയുമ്പോഴാണ് പത ഉണ്ടാവുന്നത്. സോപ്പ് ലാദർ. അപ്പം ഗ്യാസിൻ്റെ 2 ടൈപ്പായി. ഗ്യാസ് സോളിഡിൽ വന്നു, ഗ്യാസ് ലിക്വിഡിൽ വന്നു. ഇനി ഗ്യാസ് കൊളോയിഡ് ഇല്ല. ഗ്യാസ് കൊളോയിഡ് ഇല്ല. കാരണം എന്താ? ഓൾ ഗ്യാസസ് ആർ കംപ്ലീറ്റ്ലി മിസിബിൾ. എല്ലാ ഗ്യാസുകളും പരസ്പരം നന്നായിട്ട് കൂടിച്ചേരും. സോ ദർ ഈസ് നോ ഗ്യാസ് കൊളോയിഡ്. അതുകൊണ്ട് നമുക്ക് 9 എണ്ണം പ്രതീക്ഷിക്കും. 8 എണ്ണമേ ഉള്ളൂ. ഏതൊക്കെ 8 എണ്ണം നോക്കൂ. 8 എണ്ണം വരുന്നത് സോളിഡ് ലിക്വിഡ്, സോളിഡ് ഗ്യാസ്, ലിക്വിഡ് സോളിഡ്, ലിക്വിഡ് ഗ്യാസ്. പിന്നെ ഗ്യാസ് സോളിഡിൽ വരുന്നു, ഗ്യാസ് ലിക്വിഡിൽ വരുന്നു. ഇതിലെ ജെല്ലും എമൽഷനും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളതെല്ലാം നോക്കി വെക്കണം. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷനാണ് കണ്ടത്. ഡി പിയുടെയും ഡി എമ്മിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം അല്ലേ. ചോദ്യമായിട്ട് നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ കണ്ടത് എത്രയാണ്? 35 ആണ്. അപ്പോൾ ഇത് 36, 36ാമത്തെ ചോദ്യമാണ്. 36ാമത്തെ ചോദ്യം. ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അല്ലേ, ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. Give the classification of colloid based on the
നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡി പി ആൻഡ് ഡി എം, അതായത് ഡിസ്പേഴ്സൽ ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡി പിയും ഡി എമ്മും തമ്മിലുള്ള ഇന്ററാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. നേരത്തെ കണ്ടത് ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഡി പിയും ഡി എമ്മും തമ്മിലുള്ള പ്രതിപ്രവർത്തനം, ഇന്ററാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഉത്തരം നോക്കാം. ദർ ആർ 2 ടൈപ്സ്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഡി പിയും ഡി എമ്മും തമ്മിലുള്ള ഇന്ററാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് 2 തരം കൊളോയിഡുകളുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ലയോഫിലിക് കൊളോയിഡ്സ്. ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം. ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം. ലവിങ്, ലയോഫിലിക്. ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ്. അപ്പം ലയോഫിലിക് കൊളോയിഡ്സ് ആർ സോൾവെന്റ് ലവിങ് കൊളോയിഡ്സ്. സോൾവെന്റ് ലവിങ് കൊളോയിഡ്സ് ആണ്. കാരണം എന്താ? ഡി പിയും ഡി എമ്മും ഡയറക്റ്റ് ആയി മിക്സ് ചെയ്താൽ കൊളോയിഡ് ഉണ്ടാവും. ലയോഫിലിക് കൊളോയിഡ്സ് ആർ പ്രിപ്പയർഡ് by the direct mixing of DP and DM. They are formed by direct mixing of DP and DM. പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ മൈദപ്പശ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് മൈദപ്പശ ഉണ്ടാക്കുക? മൈദപ്പൊടി എടുത്തു, ചൂടുവെള്ളവും എടുത്തു. മൈദപ്പൊടിയാണ് ഡി പി, ചൂടുവെള്ളമാണ് ഡി എം. മൈദപ്പൊടി ചൂടുവെള്ളത്തിലേക്ക് ഇട്ടു, ഒന്ന് ഇളക്കി കൊടുത്തു, കൊളോയിഡ് ഉണ്ടായി. മൈദപ്പശ എന്ന് പറയുന്നത് കൊളോയിഡാണ്. അപ്പോൾ വെള്ളവും മൈദപ്പൊടിയും നേരിട്ട് യോജിപ്പിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? കൊളോയിഡ് കിട്ടിയത്. ഒരു മൂന്നാമൻ ഇവിടെ ആവശ്യമില്ല, അല്ലേ? ഒരു തേർഡ് കമ്പോണൻ്റ് ഇവിടെ ആവശ്യമില്ല. അതായത് സ്റ്റെബിലൈസർ ആവശ്യമില്ല എന്ന് പറയാം. അതുകൊണ്ട് ലയോഫിലിക് കൊളോയിഡ്സ് എങ്ങനെയാണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം? ദേ ആർ ഫോംഡ് ബൈ ദി ഡയറക്റ്റ് മിക്സിംഗ് ഓഫ് ഡി പി ആൻഡ് ഡി എം. ഇനി അടുത്ത പോയിന്റ്, the soles are reversible because DP and DM can be separated. DPയും DMഉം സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ മൈദപ്പശ ഉണ്ടാക്കി വെയിലത്ത് വെച്ചു, അല്ലേ? വെള്ളം അതിൽ നിന്നും വറ്റിപ്പോയി. അപ്പം കൂടിച്ചേർന്ന പോലെ തന്നെ ഇവർക്ക് വേർപിരിയാനും പറ്റും. റിവേഴ്സിബിൾ ആണ്. ഇനി വീണ്ടും നമുക്ക് പശ ഉണ്ടാക്കാം. എങ്ങനെ? മൈദപ്പൊടി, ഉണങ്ങിയ മൈദപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ചേർത്താൽ വീണ്ടും നമുക്ക് എന്തുണ്ടാക്കാം? പശ ഉണ്ടാക്കാൻ പറ്റും, അതായത് കൊളോയിഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ സോളുകൾ, ഇത്തരത്തിലുള്ള സോളുകൾ, അതായത് ലയോഫിലിക് കൊളോയിഡ്സ് റിവേഴ്സിബിൾ ആണ്. ബിക്കോസ് ഡി പി ആൻഡ് ഡി എം ക്യാൻ ബി സെപ്പറേറ്റഡ്. ദ സോൾ ക്യാൻ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സിംപ്ലി റീമിക്സിംഗ് ദ ഡിസ്പേർഷൻ മീഡിയം. കൊളോയിഡ് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, ഡിസ്പേർഷൻ മീഡിയം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, മൈദപ്പശ ഉണങ്ങിയതിലേക്ക് വീണ്ടും ചൂടുവെള്ളം ചേർത്താൽ വീണ്ടും നമുക്ക് മൈദപ്പശ കിട്ടും, അതായത് കൊളോയിഡ് കിട്ടും. അപ്പോൾ കൂടിച്ചേർന്ന പോലെ വേർപിരിയും, വീണ്ടും നമുക്ക് അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത പോയിന്റ്, ദ സോൾസ് ആർ സ്റ്റേബിൾ. അതായത് ലയോഫിലിക് കൊളോയിഡുകൾ സ്റ്റേബിൾ ആണ്. സോ ദേ നീഡ് നോ സ്റ്റെബിലൈസർ. സ്റ്റെബിലൈസർ ആവശ്യമില്ല, ഡി പിയും ഡി എമ്മും മാത്രമേ ആവശ്യമുള്ളൂ. അടുത്ത പോയിന്റ്, ദേ ആർ നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ്. മറ്റൊരു വാക്കാണ് പ്രസിപ്പിറ്റേറ്റഡ്. ഇതെന്താണെന്ന് പിന്നീട് പഠിക്കും. അപ്പോൾ ദേ ആർ നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റഡ്. ഈ കൊളോയിഡുകൾ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. ഇതൊരു പ്രത്യേകതയാണ്. ഇവർ സ്റ്റേബിൾ ആയിട്ടുള്ള കൊളോയിഡുകളാണ്. അടുത്ത പോയിന്റ്, ലയോഫിലിക് കൊളോയിഡ്സ് ആർ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. ലയോഫിലിക് കൊളോയിഡുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം? ബിക്കോസ് ദേ ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ലയോഫോബിക് കൊളോയിഡ്സ്. നമ്മൾ പഠിക്കാൻ പോകുന്നതായിരുന്നു. ലയോഫോബിക് കൊളോയിഡുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയും. ലയോഫോബിക് സ്റ്റേബിൾ അല്ല. അപ്പം സ്റ്റേബിൾ അല്ലാത്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ലയോഫിലിക് കൊളോയിഡ്സിന് കഴിയും. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. ഓക്കെ, ഇനി ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ഗം, പശകളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ജലാറ്റിൻ, സ്റ്റാർച്ച്, റബ്ബർ, ഇതൊക്കെ ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിളാണ്.
അപ്പം ഡി പിയും ഡി എമ്മും തമ്മിലുള്ള ഇൻ്ററാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് കൊളോയിഡുകളെ രണ്ടായി തരംതിരിക്കാം. അതിലെ ഒരു ടൈപ്പാണ് നമ്മൾ കണ്ടത് ലയോഫിലിക് കൊളോയിഡ്സ്. സോൾവെൻ്റ് ലവിങ് കൊളോയിഡ്സ് ആണ്. ഇവർ സ്റ്റേബിൾ ആണ്, സ്റ്റെബിലൈസർ ആവശ്യമില്ല. ഡി പിയും ഡി എമ്മും ഡയറക്റ്റായി മിക്സ് ചെയ്താൽ ഇവരെ കിട്ടും. ഇവർ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ആണ്. പശകളൊക്കെ ലയോഫിലിക് കൊളോയിഡ്സ് ആണ്. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ പോയിന്റ്സ്. ഇവരെ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യാൻ കഴിയില്ല, അതായത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് സ്റ്റെബിലൈസറെ ആവശ്യമില്ല, ഇവർ സ്റ്റേബിളാണ്. ഓക്കെ, ഇവർ റിവേഴ്സിബിൾ ആണ്. ഡി പിയും ഡി എമ്മും സെപ്പറേറ്റ് ചെയ്യുക. നന്നായിട്ട് നോട്ട് എഴുതിയെടുക്കാം. ഇനി ഇതിലെ അടുത്ത ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പാണ്. നമ്പർ എഴുതാം. 2 ലയോഫോബിക് കൊളോയിഡ്സ്. ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി എന്നുള്ള അർത്ഥത്തിലാണ്. പേടി, ലയോഫോബിക്. അപ്പം ലയോഫിലിക്കിൻ്റെ നേരെ വിപരീതമാണ് ഇവരുടെ സ്വഭാവം. ലയോഫിലിക് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലയോഫോബിക് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വേഗം പറയാം. ലയോഫോബിക് കൊളോയിഡ്സ് ആർ സോൾവെന്റ് ലവിങ് അല്ല, സോൾവെന്റ് ഹേറ്റിംഗ് കൊളോയിഡ്സ് ആണ്. അപ്പം ഡി പിയും ഡി എമ്മും നേരിട്ട് മിക്സ് ചെയ്താൽ കൊളോയിഡ് കിട്ടില്ല. ഡി പിയും ഡി എമ്മും മിക്സ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെബിലൈസർ ആവശ്യമാണ്. മൂന്നാമത് ഒരാളുടെ സഹായം ആവശ്യമാണ്. അപ്പം ലയോഫോബിക് കൊളോയിഡ്സ് ആർ സോൾവെന്റ് ഹേറ്റിംഗ് കൊളോയിഡ്സ്. They cannot be prepared by direct mixing of DP and DM. So they need a stabilizer. അടുത്ത point. These salts are directly precipitated. These salts are readily precipitated. Directly എന്നല്ല, readily precipitated. അല്ലെങ്കിൽ coagulated. എങ്ങനെ? On the addition of small amount of electrolytes, or by heating or by shaking. So the salts are not stable. അപ്പം ലയോഫോബിക് കൊളോയിഡുകളെ നമുക്ക് കൊയാഗുലേറ്റ് ചെയ്യാൻ കഴിയും. അല്പം ഇലക്ട്രോലൈറ്റ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി, കൊയാഗുലേഷൻ നടക്കും. അതുകൊണ്ട് ഇവർ സ്റ്റേബിൾ ആയിട്ടുള്ള കൊളോയിഡുകൾ അല്ല, അൺസ്റ്റേബിൾ കൊളോയിഡ്സ് ആണ്. കാരണം ഇവരെ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്? ഓൺ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, അല്പം ഇലക്ട്രോലൈറ്റ് ചേർത്താൽ മതി, ഓർ ബൈ ഹീറ്റിംഗ്, ചൂടാക്കിയാൽ മതി, ഓർ ബൈ ഷേക്കിംഗ്. അപ്പോൾ അൺസ്റ്റേബിൾ ആണ്. പിന്നെ ദേ ആർ ഇറിവേഴ്സിബിൾ. അടുത്ത പോയിന്റ് എഴുതാം. ദേ ആർ ഇറിവേഴ്സിബിൾ. ദേ ആർ ഇറിവേഴ്സിബിൾ. കാരണം ഡി പിയും ഡി എമ്മും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ്, അതുകൂടെ എഴുതാം. Because DP and DM cannot be separated. DPയും DMും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. They are irreversible. ഇവർ അൺസ്റ്റേബിൾ ആണ്. They need a stabilizer. They are prepared by indirect methods. Example, metal colloids. ഇപ്പം സ്വർണത്തിൻ്റെ കൊളോയിഡ് ഉണ്ടാക്കണം. സ്വർണവും വെള്ളവും കൂട്ടിക്കലർത്തിയാൽ സ്വർണത്തിൻ്റെ കൊളോയിഡ് ഉണ്ടാവില്ല. സിൽവർ സോൾ, വെള്ളിയും വെള്ളവും കൂട്ടിക്കലർത്തിയാൽ സിൽവർ സോൾ ഉണ്ടാവില്ല. അവരെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് വേണം. അപ്പം ലയോഫോബിക് കൊളോയിഡ്സുകളെ പ്രിപ്പയർ ചെയ്യാൻ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് വേണം. ദ കൊളോയിഡ്സ് ആർ ഇറിവേഴ്സിബിൾ. നേരത്തെ ആ പോയിന്റ് നമ്മൾ എഴുതിയതാണ്. ദേ ആർ ഇറിവേഴ്സിബിൾ. നമ്മൾ കണ്ട പോയിന്റാണ്. ഓക്കെ, അതിൻ്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. വൺസ് പ്രസിപ്പിറ്റേറ്റഡ് ദേ ഡു നോട്ട് ഗീവ് ബാക്ക് ദ കൊളോയിഡൽ സോൾ ബൈ സിമ്പിൾ അഡീഷൻ ഓഫ് ദി ഡിസ്പെർഷൻ മീഡിയം. അല്ലേ? ഒരിക്കൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പെർഷൻ മീഡിയം ചേർത്ത് നമുക്ക് കൊളോയിഡ് വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല. ലയോഫിലിക് ആണെങ്കിൽ ഡിസ്പെർഷൻ മീഡിയം ചേർത്താൽ പുതിയ കൊളോയിഡ് കിട്ടുമായിരുന്നു. ഇവിടെ ഡിസ്പെർഷൻ മീഡിയം ചേർത്ത് കഴിഞ്ഞാൽ കൊളോയിഡിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഇറിവേഴ്സിബിൾ എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പം ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. ലയോഫോബിക് സോൾവെന്റ് ഹേറ്റിംഗ് കൊളോയിഡ്സ് ആണ്. ദേ ആർ പ്രിപ്പയർഡ് ബൈ indirect methods.
They cannot be prepared by the direct mixing of DP and DM. They need a stabilizer. They can be easily precipitated. They are irreversible. മെറ്റൽ കൊളോയിഡുകൾ ഇതിന് എക്സാമ്പിളാണ്. സ്വർണത്തിൻ്റെ കൊളോയിഡ്, വെള്ളിയുടെ കൊളോയിഡ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസാണ്. ഓക്കെ, അപ്പം 2 തരം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടത്. ഒന്ന് ഡി പിയുടെയും ഡി എമ്മിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡി പി ആൻഡ് ഡി എം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.